നമസ്കാരം. ഗൾഫ് ടുഡേ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. ലോക ജനതയുടെ സാമൂഹിക വികസനം ലക്ഷ്യമാക്കി ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിൽ സംഘടിപ്പിക്കുന്ന രണ്ടാമത് ലോക സാമൂഹിക വികസന ഉച്ചകോടി നാളെ ദോഹയിൽ തുടങ്ങും. 3 ദിവസങ്ങളിലായി നടക്കുന്ന ഉച്ചകോടിയിൽ 150 രാജ്യങ്ങളിൽ നിന്നുള്ള ഉന്നതതല പ്രതിനിധികൾ പങ്കെടുക്കും. 1995 ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിൽ നടന്ന ആദ്യ ലോക സാമൂഹിക വികസന ഉച്ചകോടിയിലെ പ്രതിബദ്ധതകൾ അവലോകനം ചെയ്യുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് നാളെ ദോഹയിൽ രണ്ടാമത് സാമൂഹിക വികസന ഉച്ചകോടി ചേരുന്നത്. സാമൂഹിക പുരോഗതിക്കായുള്ള ആഗോള പ്രവർത്തനത്തെ പുനരുജ്ജീവിപ്പിക്കുക, സാമ്പത്തിക വികസനം മാനുഷികവും സാമൂഹികവുമായ വികസനവുമായി കൈകോർത്തു പോകുന്നുവെന്ന് ഉറപ്പുവരുത്തുക എന്നിവയാണ് ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, തൊഴിലവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കൽ, സാമൂഹിക സംയോജനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച 1995 കോപ്പൻഹേഗൻ പ്രഖ്യാപനവും പ്രവർത്തന പരിപാടിയും നടപ്പിലാക്കുന്നതിൽ രാജ്യങ്ങൾ എത്രത്തോളം മുന്നേറിയെന്ന് രണ്ടാമത് ഉച്ചകോടിയിൽ സമഗ്രമായി വിലയിരുത്തും. നാളെ മുതൽ 3 ദിവസങ്ങളിലായി ഖത്തർ നാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ഉച്ചകോടിയിൽ 150ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രത്തലവന്മാരും മന്ത്രിമാരും ഉന്നതതല പ്രതിനിധികളും പങ്കെടുക്കും. UN ഡെവലപ്മെന്റ് പ്രോഗ്രാം, UN ചിൽഡ്രൻസ് ഫണ്ട്, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന തുടങ്ങി ആഗോള സാമൂഹിക വികസനത്തിൽ പങ്കാളികളായ ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന ഏജൻസികളിൽ നിന്നുള്ള പ്രതിനിധികളും ഉച്ചകോടിയുടെ ഭാഗമാകും. ഉച്ചകോടിയുടെ ഭാഗമായി ഖത്തറിന്റെയും ഐക്യരാഷ്ട്രസഭയുടെയും പതാകകൾ സമ്മേളന വേദിയിൽ ഉയർത്തിയിട്ടുണ്ട്. ചടങ്ങിൽ ഖത്തർ വിദേശകാര്യ മന്ത്രാലയത്തിലെ സെക്രട്ടറി ജനറൽ ഡോക്ടർ അഹമ്മദ് ബിൻ ഹസൻ അൽ ഹമാദി, ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കാര്യ അണ്ടർ സെക്രട്ടറി ജനറൽ ലീ ജുൻഹുവ, ഖത്തറിലെ ഉന്നത ഉദ്യോഗസ്ഥർ, UN പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. എഡ്യൂക്കേഷൻ എബോവ് ഓൾ ഫൗണ്ടേഷൻ, ആഭ്യന്തര സുരക്ഷാ സേനയായ ലഖ്വിയ എന്നിവർ ചേർന്ന് നടത്തിയ പാരച്യൂട്ട് പ്രദർശനം പതാക ഉയർത്തൽ ചടങ്ങിന് മാറ്റുകൂട്ടി. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ഈജിപ്ത് പ്രധാനമന്ത്രി ഡോക്ടർ മുസ്തഫ മദ്ബൂലി, നെമീബിയ പ്രധാനമന്ത്രി ഡോക്ടർ എലൈജ നഗുറാരെ, ബെൽജിയം രാജാവ് ഫിലിപ്പ്, ലെസോത്തോ രാജാവ് ലെറ്റ്സി മൂന്നാമൻ, കോങ്കോ പ്രസിഡന്റ് ഫെലിക്സി ടിസേക്കിഡി എന്നിവർ ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ ദോഹയിലെത്തി. ഗതാഗതം സുഗമമാക്കുന്നതിന് ദോഹയിലെ പല പ്രധാന റോഡുകളും നാളെ രാവിലെ 6 മുതൽ വൈകുന്നേരം 5 വരെ അടച്ചിടുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അൻവർ പാലേരി, 24 ദോഹ. സൗദിയിലേക്കുള്ള യാത്രക്കാർ മരുന്നുകൾ കൈവശം വെക്കുന്നതിനുള്ള നിയന്ത്രണം പ്രാബല്യത്തിൽ വന്നു. നിരോധിക്കപ്പെട്ട മരുന്നുകൾ കൈവശം വെക്കാൻ യാത്രക്കാർ മുൻകൂട്ടി പെർമിറ്റ് എടുക്കണം. സൗദിയിലേക്ക് വരുന്നവർക്കും സൗദിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവർക്കും ഈ നിയമം ബാധകമാണ്. സൗദിയിലേക്ക് വരികയോ സൗദിയിൽ നിന്ന് പുറപ്പെടുകയോ ചെയ്യുന്ന യാത്രക്കാർ ചില മരുന്നുകൾ കൈവശം വെക്കുന്നതിന് മുൻകൂർ അനുമതി വാങ്ങണമെന്നാണ് നിർദ്ദേശം. നിയമം 2025 നവംബർ 1 പ്രാബല്യത്തിൽ വന്നു. നാർക്കോട്ടിക്, സൈക്കോട്രോപിക് മരുന്നുകൾ കൈവശം വെക്കുന്നതിനാണ് പെർമിറ്റ് എടുക്കേണ്ടത്. സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയുടെ cds.sfda.gov.sa എന്ന വെബ്സൈറ്റ് വഴിയാണ് പെർമിറ്റ് എടുക്കേണ്ടത്. നിരോധിക്കപ്പെട്ട കണ്ടന്റ് അടങ്ങിയ മരുന്നുകൾക്ക് മാത്രമാണ് പെർമിറ്റ് എടുക്കേണ്ടതെന്ന് സൗദി കേരള ഫാർമസിസ്റ്റ് ഫോറം പ്രസിഡന്റ് ഡോക്ടർ അബൂബക്കർ പറഞ്ഞു. ഷുഗർ, പ്രഷർ, മറ്റു സാധാരണയുള്ള അസുഖങ്ങൾക്ക് കൊണ്ടുവരുന്ന മെഡിസിൻസിന്റെ കൂടെ തന്നെ ചിലപ്പോൾ മാനസികമായി ബുദ്ധിമുട്ടുള്ള ആളുകൾക്കും ചില മെഡിസിൻസുകൾ കൊണ്ടുവരേണ്ടി വരുന്ന സാധ്യതകളുണ്ട്. അപ്പോൾ അതിന് ഇവിടെ സൗദി അറേബ്യയിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നാർക്കോട്ടിക്, അതേപോലെ തന്നെ സൈക്കോട്രോപിക് ഡ്രഗ്സ്, അതായത് നമ്മുടെ വേദന സംഹാരികളും അതേപോലെ തന്നെ മാനസികമായ ബുദ്ധിമുട്ടുകൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾക്കും ഇവിടെ ഒരു കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയത് കൊണ്ട് തന്നെ അതിന് ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കൽ നിർബന്ധമാണ്. വ്യക്തിഗത വിവരങ്ങളും യാത്രാ സംബന്ധമായ വിശദാംശങ്ങളും, മരുന്നിന്റെ കുറിപ്പടി, മെഡിക്കൽ റിപ്പോർട്ട്, മരുന്നിന്റെ ഫോട്ടോ, ID പ്രൂഫ് തുടങ്ങിയവയാണ് അപേക്ഷയോടൊപ്പം നൽകേണ്ടത്. ഓൺലൈൻ വഴി തന്നെയാണ് അനുമതി നൽകുക. വിമാനമാർഗമോ റോഡ് മാർഗമോ കടൽ മാർഗമോ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഇത് ബാധകമാണ്. രോഗികളുടെ യാത്ര സുഗമമാക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ഈ നിർദ്ദേശമെന്ന് അതോറിറ്റി അറിയിച്ചു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. കുവൈറ്റിൽ ബയോമെട്രിക് നടപടികൾ ഇതുവരെ പൂർത്തിയാക്കാത്ത യാത്രക്കാർ യാത്രാ തീയതിക്ക് മുൻപ് ബയോമെട്രിക് നടപടികൾ പൂർത്തിയാക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. വിമാനത്താവളം ഉൾപ്പെടെയുള്ള അതിർത്തി കവാടങ്ങളിൽ ബയോമെട്രിക് ഫിംഗർ പ്രിന്റിംഗ് സംവിധാനം താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ ഗവർണറേറ്റുകളിലുമുള്ള ക്രിമിനൽ എവിഡൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ സെന്ററുകളിൽ ബയോമെട്രിക് നടപടികൾ പൂർത്തിയാക്കാനുള്ള സൗകര്യം ലഭ്യമാണെന്ന് മന്ത്രാലയം അറിയിച്ചു. അതിർത്തി കവാടങ്ങളിലെ തിരക്ക് ഒഴിവാക്കുന്നതിനും യാത്രാ നടപടിക്രമങ്ങൾ സുഗമമാക്കുന്നതിന്റെയും ഭാഗമായാണ് ഈ പുതിയ നടപടി. ഖത്തർ ബോട്ട് ഷോയുടെ 2ാം പതിപ്പിന് നവംബർ 5 ദോഹ ഓൾഡ് തുറമുഖത്ത് തുടക്കമാകും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളെയും സന്ദർശകരെയും ആകർഷിക്കുന്ന പ്രദർശനം 4 ദിവസം നീണ്ടു നിൽക്കും.
2024 പ്രഥമ ബോട്ട് ഷോയ്ക്ക് ഖത്തറിൽ തുടക്കമായത്. ലോകമെമ്പാടുമുള്ള സമുദ്ര വിനോദ വ്യവസായ മേഖലയിലെ പ്രമുഖർ അണിനിരക്കുന്ന രണ്ടാമത് ബോട്ട് ഷോ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ ഉണർവാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജലപ്പരപ്പിലെ ആഗോള ബ്രാൻഡുകളും സമുദ്രയാത്രാ രംഗത്തെ പുത്തൻ സാങ്കേതിക വിദ്യകളും ആഡംബരവും പരിചയപ്പെടാൻ ബോട്ട് ഷോ സന്ദർശകർക്ക് അവസരമൊരുക്കും. സ്പീഡ് ബോട്ട്, വിനോദ ബോട്ടുകൾ, ഓൺ ഗ്രൗണ്ട് തുടങ്ങിയ കാഴ്ചകളും അൽദാർ മറൈൻ, ദോഹ ക്രാഫ്റ്റ് മറൈൻ, ജാസിം മുഹമ്മദ് അൽ ലിൻഗാവി തുടങ്ങിയ ബ്രാൻഡുകളാണ് ഇത്തവണത്തെ ബോട്ട് ഷോയിൽ പ്രധാനമായും ഇടം പിടിക്കുക. കരകൗശല വൈവിധ്യവും അഭൂതപൂർവമായ രാജകീയ പ്രൗഢിയുമുള്ള ബോട്ടുകളുമായി ഓഷ്യാനിക് ഡിസ്പ്ലേ, വാട്ടർ സ്പോർട്സ് മേഖലയിൽ പ്രവർത്തിക്കുന്ന 100-ലേറെ ബ്രാൻഡുകൾ, മത്സ്യബന്ധന ഉപകരണങ്ങൾ, ഖത്തർ ബോട്ട് ഷോ മത്സരം, ജലധാര, ലൈവ് മ്യൂസിക്, കാർ പരേഡ്, കുതിരകളുടെ പ്രദർശനം, ഡ്രാഗൺ ബോട്ട് ഷോ തുടങ്ങിയ പരിപാടികളും ബോട്ട് ഷോയുടെ ഭാഗമായി അരങ്ങേറും. സാമ്പത്തിക വളർച്ചയെ വൈവിധ്യവൽക്കരിക്കുക, ടൂറിസം ശക്തമാക്കുക തുടങ്ങിയ 2030 ദേശീയ വികസന കാഴ്ചപ്പാടിന്റെ ഭാഗമായാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. ബോട്ട് ഷോയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന സന്ദർശകർക്ക് 1 ദിവസത്തെ ടിക്കറ്റോ 4 ദിവസത്തേക്കുള്ള പാസോ ഒറ്റത്തവണയായി സ്വന്തമാക്കാം. സന്ദർശകർക്ക് മികച്ച അനുഭവം ആസ്വദിക്കാൻ അവസരം നൽകുന്ന ഹോസ്പിറ്റാലിറ്റി പാക്കേജുകളും ലഭ്യമാണ്. 1 ദിവസത്തെ ടിക്കറ്റിന് 50 റിയാലാണ് വില. നവംബർ 5 മുതൽ 8 വരെയുള്ള എല്ലാ ദിവസത്തെയും പാസിന് 160 റിയാലാണ് നൽകേണ്ടത്. അൻവർ പാലേരി, 24 ദോഹ. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നാളെ അപായ സൈറൺ മുഴങ്ങും. മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ പരീക്ഷണാർത്ഥമാണ് ഈ നടപടി. ആരും പരിഭ്രാന്തരാകേണ്ടതില്ലെന്ന് അധികൃതർ അറിയിച്ചു. അടിയന്തര മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ കാര്യക്ഷമത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നാളെ സൗദിയിൽ സൈറൺ മുഴക്കുന്നത്. ഇത് പരീക്ഷണം മാത്രമാണെന്നും പൊതുജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും അധികൃതർ അറിയിച്ചു. റിയാദ് മേഖലയിൽ ദിറിയ, അൽ ഖർജ്, അൽ ദിലം ഗവർണറേറ്റുകളിലും മക്ക മേഖലയിൽ ജിദ്ദ, തുവൽ ഗവർണറേറ്റുകളിലും തബൂക്ക് പ്രവിശ്യയിൽ എല്ലാ ഗവർണറേറ്റുകളിലും സൈറൺ മുഴങ്ങും. നാളെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷണം നടക്കുന്നത്. മൊബൈൽ ഫോൺ വഴിയും അല്ലാതെയും മുന്നറിയിപ്പ് ലഭിക്കും. ഉച്ചയ്ക്ക് 1 മണിക്കും 1:10 ലഭിക്കുന്ന ജാഗ്രതാ മുന്നറിയിപ്പുകൾക്ക് ശേഷം 1:15 നിശ്ചിത കേന്ദ്രങ്ങളിൽ നിന്ന് അപായ സൈറൺ മുഴങ്ങുക. പരീക്ഷണ സമയത്ത് ലഭിക്കുന്ന മുന്നറിയിപ്പ് സന്ദേശങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സിവിൽ ഡിഫൻസ് സ്വദേശികളോടും പ്രവാസികളോടും ആവശ്യപ്പെട്ടു. അടിയന്തര ഘട്ടങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് ജനങ്ങളെ ബോധവാന്മാരാക്കുക, സംവിധാനങ്ങളുടെ കാര്യക്ഷമത ഉറപ്പാക്കുക എന്നിവയാണ് പരീക്ഷണത്തിന്റെ ലക്ഷ്യമെന്ന് സിവിൽ ഡിഫൻസ് വ്യക്തമാക്കി. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. സ്പർശം 2025 എന്ന പേരിൽ മക്കയിൽ മലയാളി നഴ്സസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. മക്കയിലെ 15 പരം വരുന്ന ഹോസ്പിറ്റലുകളിലെ മലയാളി നഴ്സുമാരും അവരുടെ കുടുംബവുമടക്കം 1000-ഓളം പേർ പരിപാടിയിൽ പങ്കെടുത്തു. മുസ്തഫ മലയിൽ അധ്യക്ഷനായി. അബ്ദുൾ സാലിഹ് മാളിയേക്കൽ, നിസാം എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ എംബസി പ്രതിനിധികളായ ഡിയോ ബെൻസ് റോയ് ബച്ചൻ, പ്രസൂൺ കുമാർ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. മക്കയിലെ വിവിധ രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. സൗദിയിലെ ജിസാനിൽ മലയാള മിഷന്റെ ആഭിമുഖ്യത്തിൽ കേരളപ്പിറവി ദിനാഘോഷവും മാതൃഭാഷാ ദിനാചരണവും സംഘടിപ്പിച്ചു. സാംസ്കാരിക സംഗമവും മാതൃഭാഷാ പ്രതിജ്ഞയും കുട്ടികളുടെ കലാമേളയും ഉണ്ടായിരുന്നു. ജിസാനിലെ വിവിധ സംഘടനാ നേതാക്കളും പ്രവർത്തകരും മലയാളി കുടുംബങ്ങളും കുട്ടികളും പരിപാടിയിൽ പങ്കെടുത്തു. സാംസ്കാരിക സംഗമം ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് സാമൂഹികക്ഷേമ സമിതി അംഗം ഷംസു പൂക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. മലയാളം മിഷൻ സൗദി ചാപ്റ്റർ ചെയർമാൻ താഹ കൊല്ലേത്ത് അധ്യക്ഷത വഹിച്ചു. MT വാസുദേവൻ നായർ എഴുതിയ മാതൃഭാഷാ പ്രതിജ്ഞ മലയാളം മിഷൻ മേഖലാ കോർഡിനേറ്റർ ഡോക്ടർ രമേശ് മുച്ചിക്കൽ സദസ്സിന് ചൊല്ലിക്കൊടുത്തു. സജീർ കൊടിയത്തൂർ, ഡോക്ടർ ഷഫീഖ് റഹ്മാൻ തൊട്ടോളി എന്നിവർ പ്രസംഗിച്ചു. കുവൈറ്റിൽ തൊഴിലാളികളുടെ ജോലി സമയം, വിശ്രമ സമയം, പ്രതിവാര അവധി, പൊതു അവധി എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാനവശേഷി സമിതിയുടെ അംഗീകൃത ഇലക്ട്രോണിക് സംവിധാനമായ ആഷൽ പ്ലാറ്റ്ഫോം വഴി ഇനി മുതൽ രജിസ്റ്റർ ചെയ്യണം. ഇത്തരത്തിൽ നൽകുന്ന വിവരങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായാൽ അവ ഉടൻ തന്നെ അപ്ഡേറ്റും ചെയ്യണം. തൊഴിലുടമകൾ ഇവ പ്രിന്റ് ചെയ്ത് ജോലി സ്ഥലത്ത് ദൃശ്യമാകുന്ന സ്ഥലത്ത് പ്രദർശിപ്പിക്കുകയും വേണം. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഈ തീരുമാനം ബാധകമായിരിക്കും. തീരുമാനത്തിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്ന തൊഴിലുടമകളുടെ ഫയലുകൾ പൂർണ്ണമായോ ഭാഗികമായോ താൽക്കാലികമായോ നിർത്തിവെക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. നിർമ്മിത ബുദ്ധിയുടെ അനന്ത സാധ്യതകൾ അനാവരണം ചെയ്ത് ജിദ്ദയിൽ ശില്പശാല സംഘടിപ്പിച്ചു. ഗുഡ്വിൽ ഗ്ലോബൽ ഇനിഷ്യേറ്റീവിന്റെ ബാനറിൽ നടന്ന ശില്പശാലയിൽ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ മുഖ്യ അതിഥിയായിരുന്നു. നിർമ്മിത ബുദ്ധി അടക്കമുള്ള സാങ്കേതിക വിദ്യകളുടെ അനന്ത സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിനൊപ്പം മാനവിക മൂല്യങ്ങൾ പരിരക്ഷിക്കപ്പെടണമെന്ന് ജിദ്ദയിൽ നടന്ന അബീർ ടാലന്റ് ആപ്പ് സീസൺ 3 ശില്പശാലയിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു.
ഇഫത്ത് യൂണിവേഴ്സിറ്റിയുടെ സഹകരണത്തോടെ ഇന്ത്യൻ കോൺസുലേറ്റുമായി ചേർന്ന് ഗുഡ്വിൽ ഗ്ലോബൽ ഇനീഷ്യേറ്റീവാണ് ശില്പശാല സംഘടിപ്പിച്ചത്. മനുഷ്യരും യന്ത്രങ്ങളും സാങ്കേതികവിദ്യ നിയന്ത്രിത യുഗത്തിൽ വിജയത്തിലേക്കും സന്തോഷത്തിലേക്കുമുള്ള പാത എന്നതായിരുന്നു വിഷയം. ജിദ്ദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ നടന്ന ശില്പശാലയിൽ സൗദി പടിഞ്ഞാറൻ പ്രവിശ്യയിലെ ഇന്റർനാഷണൽ സ്കൂളുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 200-ലേറെ വിദ്യാർത്ഥികൾ സംബന്ധിച്ചു. മുഖ്യാതിഥിയായ ഇന്ത്യൻ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി സമാപന സെഷനിൽ മുഖ്യപ്രഭാഷണം നടത്തി. So, it takes immense efforts actually to sustain a program like this over multiple editions. This speaks volumes about the commitment not only to learning but to building a സൗദി ഇന്ത്യൻ ഹെൽത്ത് കെയർ ഫോറം പ്രസിഡന്റ് ഡോക്ടർ അഷ്റഫ് അമീർ, ഇഫത്ത് യൂണിവേഴ്സിറ്റി ഡീൻ ഡോക്ടർ റീം അൽ മദിനി എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. GGI പ്രസിഡന്റ് ഹസൻ ചെറൂപ്പയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് പ്രസിഡന്റ് ആലുങ്ങൽ മുഹമ്മദ്, JNH ഡയറക്ടർ അഷ്റഫ് മൊയ്തീൻ, ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ മുഹമ്മദ് ഇമ്രാൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ അഷ്റഫ് അമീർ, അബീർ മെഡിക്കൽ ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജംഷീദ് അഹമ്മദ്, ഇഫത്ത് യൂണിവേഴ്സിറ്റി ഡീൻ ഡോക്ടർ സെയ്ൻ പൽ ഫഖീഹ്, ഡോക്ടർ ഉമൽ അൽ സൂബി, ഡോക്ടർ ഫിദ ആബിദ്, ഡോക്ടർ നേമ സാലിം എന്നിവർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു. ഡോക്ടർ മർവാൻ ഷിന്റെയും അസ്കർ അലി ഖാനെയും ക്ലാസോടെയായിരുന്നു ശില്പശാലയുടെ തുടക്കം. GJI ജനറൽ സെക്രട്ടറി ഇസ്ഹാഖ് പൂണ്ടോളി സ്വാഗതവും ട്രഷറർ നന്ദിയും പറഞ്ഞു. ജലീൽ കണമകലം, 24 ജിദ്ദ. മുസ്ലിം ലീഗ് അധ്യക്ഷനായിരുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വിവിധ സന്ദർഭങ്ങളിൽ എഴുതിയ ലേഖനങ്ങളുടെ സമാഹാരമായ നന്മയുടെ വസന്തോത്സവം ഒരുമയുടെയും എന്ന പുസ്തകം ജിദ്ദയിൽ പ്രകാശനം ചെയ്തു. ജിദ്ദ റുവൈസ് ഏരിയ KMCC കമ്മിറ്റി ഗ്രേസ് എഡ്യൂക്കേഷണൽ അസോസിയേഷനുമായി സഹകരിച്ചാണ് പുസ്തകം പുറത്തിറക്കിയത്. VP മുസ്തഫ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി, മാധ്യമപ്രവർത്തകൻ മുസാഫിറിന് നൽകി പുസ്തകം പ്രകാശനം ചെയ്തു. മുഹ്ലാർ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. നാസർ വെളിയങ്കോട്, ഇല്യാസ് കല്ലിങ്ങൽ, ഉബൈദുള്ള തങ്ങൾ എന്നിവർ സംസാരിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. തൃശ്ശൂർ വിയ്യൂർ സെൻട്രൽ ജയിൽ വീണ്ടും തടവുകാരൻ ജയിൽ ചാടി എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു. ബാലമുരുകൻ എന്ന തടവുകാരനാണ് ജയിൽ ചാടിയിരിക്കുന്നത്. കറുത്ത ഷർട്ടും വെളുത്ത മുണ്ടുമായിരുന്നു ജയിൽ ചാടുമ്പോൾ ധരിച്ച വേഷം. പോലീസ് തൃശൂർ നഗരത്തിൽ വ്യാപക പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായ മറ്റു ചില വിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായത് 1 വർഷം മുൻപ് ബാലമുരുകൻ ജയിൽ ചാടിയിരുന്നു എന്നുള്ളതാണ്. തമിഴ്നാട് കോടതിയിൽ ഹാജരാക്കി തിരികെ കൊണ്ടുവരുന്നതിനിടയിൽ ജയിൽ ചാടുകയായിരുന്നു ഇന്ന് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൂരജ് സജി തൃശ്ശൂരിലും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സൂരജ്, ഇത് ആദ്യ സംഭവമല്ല. വിയ്യൂരിൽ ഇതിനു മുമ്പും സമാനമായ രീതിയിൽ തടവുകാരൻ ചാടിപ്പോന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ഉള്ള തിരച്ചിൽ അത് എവിടെയാണ് നടക്കുന്നത്? പ്രജിൻ, തൃശൂരിന്റെ അതിർത്തി പ്രദേശങ്ങളും അതോടൊപ്പം തന്നെ വിയ്യൂർ പരിധിയും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായ ഒരു തെരച്ചിലാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ബാലമുരുകനെ തമിഴ്നാട് കോടതിയിൽ ഹാജരാക്കി തമിഴ്നാട്ടിൽ നിന്നുള്ള പോലീസ് വിയ്യൂരിലേക്ക് എത്തിക്കുന്ന സമയത്ത് വിയ്യൂർ ജയിലിന് സമീപത്ത് വെച്ചാണ് ഈ ബാലമുരുകൻ ഈ ജയിൽ ചാടി പോയിരിക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഈ കൈവിലങ്ങുകളടക്കം അഴിച്ചിരുന്നു. അതിനുശേഷം ഈ വാഹനത്തിലേക്ക് കയറ്റുന്ന സമയം ബാലമുരുകൻ ഈ ചാടി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് ഈ തമിഴ്നാട് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം. എന്തായാലും ഇപ്പോൾ കേരള പോലീസും അതോടൊപ്പം തന്നെ വിയ്യൂരിലെ പോലീസും ഒക്കെ ചേർന്നുകൊണ്ട് വ്യാപകമായ തിരച്ചിൽ നടത്തുന്നു. 1 വർഷം മുൻപും സമാനമായ രീതിയിൽ തമിഴ്നാട് പോലീസ് കോടതിയിൽ ഹാജരാക്കി തിരിച്ചു കൊണ്ടുവരുന്ന വഴി ബാലമുരുകൻ ചാടിയിരുന്നു. അന്നും ഈ ജയിലിന് സമീപം എത്തുന്ന സമയത്താണ് ബാലമുരുകൻ അവിടെ നിന്ന് ചാടിയത്. പിന്നീട് സമീപത്ത് നിന്ന് ഒരു ബൈക്ക് എടുത്ത് അന്ന് കടന്നു കളയുകയായിരുന്നു. പിന്നീട് തമിഴ്നാടിന്റെ തന്നെ പ്രത്യേക സ്ക്വാഡ് അടക്കം നടത്തിയ പരിശോധനയിൽ ബാലമുരുകൻ പിടിയിലാവുകയും ഈ വിയ്യൂരിലെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിയ്യൂർ ജയിലിലേക്ക് എത്തിക്കുകയായിരുന്നു. അവിടെ വീണ്ടും തടവിൽ കഴിയുന്നതിനിടയിലാണ് ഇപ്പോൾ ബാലമുരുകൻ ജയിൽ ചാടിയിരിക്കുന്നത്. എന്തായാലും അധിക ദൂരം കടന്നു കളയാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ ചില സംശയങ്ങളടക്കമുണ്ട്. ഈ കാറിൽ ബാലമുരുകൻ രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് സൂചന പോലീസിന് ലഭിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കാറുകളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും തൃശൂർ ഇതിൽ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് ആദ്യ ഘട്ടത്തിൽ ഒരുപക്ഷെ പോലീസിന്റെ കണ്ണുവിട്ടിച്ച് ചാടിക്കളഞ്ഞ ഒരാൾ അതേപോലെ സമാനമായ രീതിയിൽ ഒരു മാറ്റവുമില്ലാതെ ഇതേപോലെ കോടതിയിൽ കോടതിയിൽ ഹാജരാക്കി തിരികെ കൊണ്ടുവരുമ്പോൾ വീണ്ടും ചാടിപ്പോകുന്നു. അപ്പോൾ ഒരു എക്സ്ട്രാ പ്രിക്കോഷൻ എടുക്കേണ്ടത് അത് ജയിൽ അധികൃതരുടെ പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അതൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്നാണോ കരുതേണ്ടത്?
പ്രജിൻ, ഇത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തമിഴ്നാട് പോലീസിന് കൃത്യമായ വീഴ്ച ഉണ്ടായി എന്ന് അടിവരയിട്ട് പറയേണ്ടി വരും. കാരണം തമിഴ്നാട് പോലീസ് ഒരു തവണ കോടതിയിൽ ഹാജരാക്കാൻ 1 വർഷം മുൻപ് കൊണ്ടുപോയി തിരിച്ച് ഈ ജയിൽ കോമ്പൗണ്ടിലേക്ക് എത്തിക്കുന്ന സമയത്താണ് അന്ന് ബാലമുരുകൻ രക്ഷപ്പെട്ടു പോകുന്നത്. സമാനമായ രീതിയിൽ തന്നെ ഇന്ന്, അതായത് ഒരു തവണ ജയിൽ ചാടിയ പ്രതിയാണ് തമിഴ്നാട് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നത്. തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് സ്വാഭാവികമായും ആ പ്രതിക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി കൈവിലങ്ങ് അഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ തന്നെ കൈവിലങ്ങ് അണിയിപ്പിക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഈ കൈവിലങ്ങ് അണിയിപ്പിക്കുന്നതിൽ ഒരു വീഴ്ച അത് തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇവർ ജയിലിലെത്തി ഈ പ്രതിയെ കൈമാറുന്ന സമയത്ത് മാത്രമാണ് ഈ ജയിൽ അധികൃതർക്ക് അതിന്റെ ഒരു ചുമതല ഉണ്ടാകുക. പക്ഷേ ഈ ജയിലിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഈ ഭക്ഷണം കഴിച്ച് വാഹനത്തിലേക്ക് കയറുന്ന സമയത്ത് തന്നെ ഇവരെ വെട്ടിച്ച് ചാടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ഈ പോലീസിന് ഏതെങ്കിലും തരത്തിൽ, അതായത് തമിഴ്നാട് പോലീസിന് ഒരു വീഴ്ച ഉണ്ടായി എന്ന് കണക്ക് കൂട്ടാനുള്ള ഒരു കാരണത്തിലേക്ക് പോകുന്നത്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സഹായം അല്ലെങ്കിൽ ബാലമുരുകൻ ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണോ എന്നൊരു സംശയവും പോലീസിനുണ്ട്. കാരണം അവിടെ നിന്ന് ഒരു വാഹനത്തിൽ, കാറിൽ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പോലീസ് കണക്ക് കൂട്ടുന്നത്. അങ്ങനെയെങ്കിൽ കൃത്യമായ പ്ലാനിംഗ്, ഒരു ആസൂത്രണം ഇതിനകത്തുണ്ടായി എന്നൊരു സംശയം കൂടി പോലീസിനുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വ്യാപകമായ പരിശോധനകളിലേക്ക് കടന്നിരിക്കുന്നത്. സ്വാഭാവികമായും പാലക്കാട് അടക്കമുള്ള മേഖലകളിലേക്ക് കടക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. വിയ്യൂരിൽ നിന്ന് പെട്ടെന്ന് ദേശീയപാതയിലേക്ക് കടക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ പാലക്കാട് അടക്കമുള്ള തൃശൂരിന്റെ അതിർത്തികൾ, സംസ്ഥാന അതിർത്തികൾക്കൊപ്പം തന്നെ ജില്ലാ അതിർത്തികളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ ചെറുതുരുത്തിയിലടക്കം വ്യാപകമായി പരിശോധന നടക്കുന്നുണ്ട്. തൃശൂർ ടൗൺ കേന്ദ്രീകരിച്ചുകൊണ്ടും ഈ കമ്മീഷണറെ അടക്കം പ്രത്യേക സ്ക്വാഡുകൾ അടക്കം ഇറങ്ങിക്കൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രജിത്ത്, സൂരജ്, ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതുപോലെ സൂരജ് പറഞ്ഞതുപോലെ ഒരു കാറിലൊക്കെ കയറി പോകണമെങ്കിൽ കൃത്യമായ ആസൂത്രണം അത് ഉണ്ടായിട്ടുണ്ടാകണം. അത് എപ്പോൾ ഉണ്ടായി എന്നുള്ളതൊക്കെ നമുക്കറിയില്ല, അത് ഇനി പോലീസ് കണ്ടെത്തേണ്ടതാണ്. അങ്ങനെയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എവിടെയെങ്കിലും ഇതുപോലെ കൂടുതൽ പോലീസിന്റെ സുരക്ഷ അല്ലെങ്കിൽ ഒരു ചെക്കിംഗ് സംവിധാനം അതൊക്കെ അതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? ഒപ്പം തന്നെ ഇത് ഏത് കേസുമായി ബന്ധപ്പെട്ടാണ്, എന്ത് കേസിലെ തടവ് പുള്ളിയാണ് ഈ ബാലമുരുകൻ? അത്തരം വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? പ്രജിൻ, നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ് ഈ ബാലമുരുകൻ എന്നുള്ളതാണ് പറയുന്നത്. അത് മോഷണക്കുറ്റം അടക്കമുള്ള കേസുകളാണ് ഈ ബാലമുരുകന്റെ പേരിലുള്ളത്. നേരത്തെ തന്നെ നിരവധി കേസുകളിൽ ബാലമുരുകൻ പ്രതിയായിരുന്നു. അങ്ങനെ ഈ കേരളത്തിലും സമാനമായ മോഷണ കേസുകൾ അടക്കം ബാലമുരുകന്റെ പേരിലുണ്ടായിരുന്നു. അന്ന് ആദ്യഘട്ടത്തിൽ ബാലമുരുകൻ ചാടുന്നത് വിയ്യൂരിലെ തന്നെ ഹൈ സെക്യൂരിറ്റി ജയിലിലായിരുന്നു. അന്ന് ബാലമുരുകനെ പാർപ്പിച്ചിരുന്ന ഹൈ സെക്യൂരിറ്റി ജയിലിലാണ്. ഈ ബാലമുരുകനെ അന്ന് ഹൈ സെക്യൂരിറ്റി ജയിലിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ജയിൽ വളപ്പിൽ എത്തുന്ന സമയത്താണ് ഈ തമിഴ്നാട് പോലീസിന്റെ ബസ്സിൽ നിന്ന് ബാലമുരുകൻ രക്ഷപ്പെട്ട് അന്ന് ഈ ജയിൽ കോമ്പൗണ്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. പിന്നീട് വിയ്യൂരിലെ പവർ ഹൌസിന് സമീപത്ത് ഏറെ നേരം ബാലമുരുകൻ പതുങ്ങിയിരുന്നു. പിന്നീട് തൊട്ടടുത്ത ഒരു വീട്ടിലെത്തി അവിടെ നിന്നൊരു ബൈക്ക് എടുത്ത് ആ ബൈക്കിലാണ് അന്ന് പാലക്കാട് ഭാഗത്തേക്ക് കടന്നു കളഞ്ഞത്. അന്ന് തമിഴ്നാടിന്റെ പ്രത്യേക സ്ക്വാഡ് അടക്കം എത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ അത് ഇടുക്കി അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയിരുന്നു. ബാലമുരുകന്റെ ചില സുഹൃത്തുക്കൾ ഇടുക്കി ഭാഗത്തുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മറയൂരും കാന്തല്ലൂരും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് അന്ന് അവർ പരിശോധനകൾ നടത്തിയിരുന്നു. പിന്നീട് തമിഴ്നാട്ടിൽ മറ്റൊരിടത്ത് നിന്നാണ് ഈ പിടികൂടിയത്. അതുകൊണ്ട് തന്നെ ഈ ബാലമുരുകന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടിയുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും വ്യാപകമായ പരിശോധന അത് വിവിധ ഇടങ്ങളിൽ നടക്കുകയാണ്. തൃശൂർ വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് തടവുകാരൻ ജയിൽ ചാടിയിരിക്കുന്നത്. ബാലമുരുകൻ എന്ന തടവുകാരനാണ് ജയിൽ ചാടിയത്. കറുത്ത ഷർട്ടും വെളുത്ത മുണ്ടുമാണ് ആ സമയത്ത് ജയിൽ ചാടുമ്പോൾ ധരിച്ച വേഷം. ഒരുപക്ഷെ അതൊക്കെ ഇപ്പോൾ മാറിക്കാണണം. ഒരു കാറിൽ കയറി പോയി എന്ന സംശയം ഇപ്പോൾ പോലീസ് ഉയർത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പരിശോധന ഇപ്പോൾ നടത്തുകയുമാണ്. അതിസുരക്ഷാ സെല്ലിലുണ്ടായിരുന്ന ഒരു തടവുകാരൻ കൂടിയാണ്. ഇതുപോലെ ഒരു അധിക ജാഗ്രത വേണ്ടിയിരുന്ന ഒരു തടവുകാരൻ്റെ അടുത്താണ് ഇത്തരത്തിലൊരു അലംഭാവം തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തുണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അബുദാബിയിലെ പ്രശസ്ത സംഗീത അധ്യാപകൻ ഫിലോമോൻ മാനുവലും സംഘവും നയിച്ച സംഗീത വിരുന്ന് ഹെവൻലി മ്യൂസിക്കൽ വേവ്സ് ന്യൂയോർക്കിൽ നടന്നു. ലോകപ്രശസ്ത സംഗീതജ്ഞരുടെ സ്റ്റേജ് ഷോകളിൽ സംഗീത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഫിലോമോൻ ട്രിനിറ്റി കോളേജ് ഓഫ് ലണ്ടനിൽ നിന്ന് സംഗീതത്തിൽ ഗ്രേഡ് 8 ഗ്രാജുവേറ്റ് ആണ്. ജേക്കബ് മാനുവലിന്റെ നേതൃത്വത്തിലുള്ള ഫെയ്ത്ത് സ്റ്റുഡിയോ സാങ്കേതിക കാര്യങ്ങൾ ഏകോപിപ്പിച്ചു. സംഘടനയെ സജ്ജമാക്കാൻ തെരഞ്ഞെടുപ്പിനൊരുങ്ങാം എന്ന പ്രമേയത്തിൽ ജിദ്ദയിൽ ഏറനാട് മണ്ഡലം KMCCയുടെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. അങ്കത്തട്ട് 2025 എന്ന പേരിൽ ഷർഫയിൽ നടന്ന പരിപാടി VP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ഇസ്മയിൽ മുണ്ടുപറമ്പ് മുഖ്യ പ്രഭാഷണം നടത്തി. അഷ്റഫ് മുല്ലപ്പള്ളി വിഷയാവതരണം നടത്തി. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് UDF സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പാക്കണം എന്ന് യോഗം ആവശ്യപ്പെട്ടു. സുൽഫിക്കർ ഒത്തായി അധ്യക്ഷത വഹിച്ചു. മൊയ്തീൻ കുട്ടി കാവനൂർ ആമുഖ പ്രഭാഷണം നടത്തി. കുടുംബ സുരക്ഷാ സ്കീം അപേക്ഷാ ഫോറത്തിന്റെ വിതരണോദ്ഘാടനവും പരിപാടിയിൽ നടന്നു.
ജിദ്ദ കേരള പൗരാവലിയും ഭാരത് റിക്രിയേഷൻ ക്ലബ്ബും അബീർ മെഡിക്കൽ ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ സ്ഥാനാർബുദ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. പ്രമുഖ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സാജിറ പുനത്തിൽ, ഡോക്ടർ ഖദീജ ഷെബിൻ എന്നിവർ നേതൃത്വം നൽകി. സ്ഥാനാർബുദം നേരത്തെ കണ്ടെത്തി ഫലപ്രദമായി ചികിത്സിക്കാൻ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ മാർഗങ്ങളുണ്ടെന്നും ഇത് ഉപയോഗപ്പെടുത്തണമെന്നും ഡോക്ടർ സാജിറ ഓർമ്മിപ്പിച്ചു. സദസ്സിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി സംസാരിച്ച ഡോക്ടർ ഖദീജ ഷെബിൻ ക്യാൻസറിലേക്ക് നയിക്കുന്ന വഴികൾ വിശദീകരിച്ചു. സ്ത്രീകൾ ഉപയോഗിക്കുന്ന നിരവധി സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും ഹെവി മെറ്റലുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ പലപ്പോഴും വൃക്ക പ്രശ്നങ്ങൾക്കും സ്കിൻ ക്യാൻസറിനും കാരണമാകുമെന്നും ഡോക്ടർ ഖദീജ പറഞ്ഞു. ഷർഫിയ അബീർ ക്ലിനിക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സോഫിയ സുനിൽ സ്ഥാനാർബുദത്തെ സംബന്ധിച്ച വീഡിയോ പ്രദർശിപ്പിച്ചു. BRC കോർഡിനേറ്റർ ഫസ്ന സുബൈർ പരിപാടി നിയന്ത്രിച്ചു. റമി ഹരീഷ്, സിമി അബ്ദുൽ ഖാദർ എന്നിവർ സംസാരിച്ചു. ഖത്തറിൽ ശീതകാലത്തിന് മുന്നോടിയായി എല്ലാ വർഷവും നടത്തിവരാറുള്ള ഉംസ്ലാൽ വിന്റർ മാർക്കറ്റ് ഫെസ്റ്റിവൽ നവംബർ 6-ന് തുടങ്ങും. മുനിസിപ്പാലിറ്റി മന്ത്രാലയവും ഹസാദ് ഫുഡ് കമ്പനിയും ചേർന്നാണ് ഈ രണ്ടാം പതിപ്പ് സംഘടിപ്പിക്കുന്നത്. നവംബർ 6 മുതൽ 17 വരെ രാവിലെ 8 മുതൽ രാത്രി 8 വരെ മാർക്കറ്റ് പ്രവർത്തിക്കും. ഖത്തറിൽ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി, പഴങ്ങൾ, ഈന്തപ്പഴം, കുടുംബ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ തുടങ്ങി ശീതകാലത്തിന്റെ പുതുമ നിറഞ്ഞ വിഭവങ്ങൾ ഇവിടെ ലഭ്യമായിരിക്കും. സൗദിയിലുള്ള കാസർഗോഡ് പടന്ന കൂട്ടായ്മയുടെ 3ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് TSS VKP ഹമീദലി സാഹി സ്മാരക സൂപ്പർ കപ്പ് 7 ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ഡിസംബർ അവസാന വാരം ദമാമിൽ വെച്ച് നടക്കുന്ന ടൂർണമെന്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ടീമുകൾക്ക് 053341387 എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്ന് സംഘാടകർ അറിയിച്ചു. വിജയികൾക്ക് പ്രൈസ് മണിയും ട്രോഫിയും നൽകും. സൗദി ബുറൈദയിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ വിദ്യാഭ്യാസ പ്രദർശനം സംഘടിപ്പിച്ചു. സീൽ 2025 എന്ന പേരിൽ നടന്ന പരിപാടി അൽ ഖസീമിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രാലയം മേധാവി ബന്ദർ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ലോറൻസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുത്തൻ ആശയങ്ങൾ അവതരിപ്പിച്ചായിരുന്നു പ്രദർശനം. ഇന്ത്യൻ അറബിക് സാംസ്കാരിക പരിപാടികളും വിവിധ രാജ്യങ്ങളുടെ രുചി വൈവിധ്യങ്ങളും പ്രദർശനത്തിലുണ്ടായിരുന്നു. 770 വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. ഇതോടെ ഗൾഫ് ടുഡേ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.